ശ്രീ VPP മുസ്തഫ, താങ്കൾക്ക് മറുപടി നൽകാം. ഇപ്പോൾ ലീഗിന്റെ പ്രതികരണം കണ്ടല്ലോ. ഇപ്പോൾ ശ്രീ NP ചെക്കുട്ടി പറഞ്ഞ കാര്യങ്ങളുമുണ്ട്, അതിന് മറുപടി നൽകും. ശ്രീ മുഹമ്മദ് ഷാ ലീഗിന്റെ പ്രതിനിധിയും അതുപോലെ മാധ്യമ നിരീക്ഷകൻ ശ്രീ ചെക്കുട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും CPIM-നും നൽകിയിട്ടുള്ള നിരവധി ഉപദേശങ്ങൾ ഇപ്പോൾ ഉണ്ട്. തീർച്ചയായിട്ടും അതിന് വളരെ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് പാളിച്ച പറ്റിയിട്ടുണ്ടോ, ഭരണത്തിന് പോരായ്മയുണ്ടോ, ആശാവർക്കർമാരുടെ സമരത്തെ ഞങ്ങൾ അവഗണിക്കുന്നുണ്ടോ, ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യാം. അതൊക്കെ ചെയ്യുന്നൊരു പ്രസ്ഥാനം തന്നെയാണ് ഞങ്ങൾ. അതുകൊണ്ടാണല്ലോ മലവെള്ളപ്പാച്ചിൽ പോലെ കേരളത്തിലെ ഇടതുപക്ഷത്തെ വേട്ടയാടാനുള്ള നിരവധി ശ്രമങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എപ്പോഴൊക്കെ ഞങ്ങൾ പരിശോധിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം കൃത്യമായി പരിശോധിക്കുകയും തിരുത്തലുകൾ വരുത്തി ജനങ്ങളുടെ വിശ്വാസത്തിലെടുത്ത് പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ നിലയിൽ ഇപ്പോഴത്തെ ഭരണത്തെ സംബന്ധിച്ചും അതുപോലെ CPIM-ന്റെ നിലപാടുകളെ സംബന്ധിച്ചും എല്ലാം പറഞ്ഞതിന് വളരെ നന്ദി. പക്ഷേ ലീഗിൻ്റെ പ്രതിനിധി പറയുന്നത് എന്താ? നിങ്ങൾ ഇതൊന്നും പറയാതെ, ഈ രാഷ്ട്രീയമൊന്നും പറയാതെ, ഭരണത്തെക്കുറിച്ചൊന്നും പറയാതെ, അതൊന്നും പരിശോധിക്കാൻ തയ്യാറാവാതെ നിങ്ങൾ മതവും ജാതിയും എല്ലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന് ശ്രീ M സ്വരാജ് എഴുതിയ ഫേസ്ബുക്കിൽ പോലും മതവും വർഗീയതയുമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് പറയാതെ ഭരണത്തെക്കുറിച്ച് സ്വരാജ് അദ്ദേഹത്തിന്റെ പാർട്ടി കമ്മിറ്റിയിൽ പോയി പറയൂ എന്നാണ് പറയുന്നത്. ആരാ പറയുന്നത്? മുസ്ലിം ലീഗിന്റെ പ്രതിനിധി. എന്താ പാർട്ടിയുടെ പേര്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? മതത്തിന്റെ ചിഹ്നമല്ലേ? മതത്തിന്റെ ചിഹ്നത്തെ സ്വന്തം പാർട്ടിയുടെ പേരായി ചേർത്തിരിക്കുന്നയാളാണ് പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ മതവും ജാതിയും ഒന്നും പറയല്ല എന്ന്. എങ്ങനെയുണ്ട് ഈ വൈരുദ്ധ്യം? നിങ്ങൾ ലീഗ് എന്ന് പറയുന്ന പാർട്ടി തന്നെ നിൽക്കുന്നത് മതപരമായ ചിഹ്നങ്ങളെയും അതിന്റെ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിയാണ്. അപ്പോഴും അതിനൊരു സെക്കുലർ ഫാബ്രിക് കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ സമീപകാലത്ത് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾക്ക് ശേഷം, പിന്നെ ഹൈദരാലി തങ്ങൾക്ക് ശേഷവും സാദിഖ് അലി തങ്ങളെല്ലാം വന്നതിന് ശേഷം നേതൃത്വത്തിലേക്ക് എത്തിയപ്പോൾ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാട് എങ്ങനെയാണ്? ഇതുപോലെ ഇങ്ങനെ സോഫ്റ്റ് കോൺ എപ്പോഴെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയോട് നിങ്ങൾക്കുണ്ടായിരുന്നുവോ? ഹാഗിയ സോഫിയ വിഷയത്തിൽ സാദിഖ് അലി തങ്ങളുടെ പേര് വെച്ച് ചന്ദ്രികാ പത്രത്തിൽ വന്ന ലേഖനം നിങ്ങളുടെ ഓർമ്മയിലില്ലേ മുഹമ്മദ് ഷാ? എന്തായിരുന്നു സമീപനം? അപ്പൊ നിങ്ങൾ പഴയ സെക്കുലർ ഫാബ്രിക് പാണക്കാട് തങ്ങന്മാരുടെയും ബാഫക്കി തങ്ങളുടെയും CH മുഹമ്മദ് കോടയുടെ എല്ലാം കാലത്തുണ്ടായിരുന്ന സെക്കുലർ ഫാബ്രിക് പതിയെ പതിയെ കൈയൊഴിയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ വേര് നഷ്ടപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ഈ വർഗീയതയെ സ്വാംശീകരിക്കുന്ന അംശം ഉണ്ടായിരിക്കുന്നു. ഡോക്ടർ VPP മുസ്തഫ, ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന വർഗീയ പ്രചാരണം അതെന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? ഒരു വാചകം ചൂണ്ടിക്കാണിക്കാമോ? ഒരു വർഗീയ മുദ്രാവാക്യം ചൂണ്ടിക്കാണിക്കാമോ? നിങ്ങളെ കാണേണ്ടത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ചേക്കൂട്ടിയും സ്മൃതിയും ഒക്കെ ഉയർന്ന ചിന്തയുള്ള നല്ല മാധ്യമ പ്രവർത്തകരാണ്. നിങ്ങൾ കാണേണ്ടത് എന്താ? നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ 3000 വോട്ടാണോ പ്രശ്നം എന്നാണ്. നിങ്ങൾക്ക് ആശയങ്ങളുടെ സ്വാധീനത്തെ അറിയാത്തവരാണോ നിങ്ങൾ? അതുകൊണ്ടാണ് ആശയങ്ങളുടെ സ്വാധീനം അല്ലല്ല. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പിന്തുണക്കാലം കൂടി വീണ്ടും ആവർത്തിക്കേണ്ടി വരും. എന്തിനാണ് ശ്രീ VPP മുസ്തഫ? എത്ര ചർച്ചകളിലായി? അത് വിടൂ. ഒരു ജയം അപ്പുറത്തൊരു പരാജയം സംഭവിച്ചു കഴിയുമ്പോൾ അതിനെ യഥാർത്ഥ രൂപത്തിൽ അതിനെ പ്രായോഗികമായി വിലയിരുത്തുന്നതിന് പകരം വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നതിലെ ലക്ഷ്യം എന്താണെന്നുള്ളതാണ് സംശയം. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് മുസ്ലിം ലീഗ് വർഗീയ പ്രചാരണം നടത്തിയത്? ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചോളൂ, ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചോളൂ. ഒരാശയം ജനമനസ്സുകളെ സ്വാധീനിക്കുക, അതിന് പിന്നിൽ ആളുകളെ അണിനിരത്താൻ അല്ലല്ല. അങ്ങനെ പല ആശയങ്ങളുള്ളവരാണല്ലോ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നാനാത്വത്തിൽ ഏകത്വമാണല്ലോ. പല ആശയങ്ങളുള്ളവരുണ്ട്. അങ്ങനെ പല ആശയങ്ങളുള്ളവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന ആശയങ്ങളുള്ളവരെ, ഇന്ന നിലപാടുള്ളവരെ ഒന്ന് പിന്തുണയ്ക്കാം എന്ന തീരുമാനമെടുക്കാൻ കൂടി കഴിയുന്നതാണ് ഇവിടുത്തെ ജനാധിപത്യ സംവിധാനം. ആ ആശയങ്ങളുള്ളവർ ഈ നാട്ടിലെ വേണ്ട എന്ന് പറയുന്നതിന് ഫാസിസം എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ എന്താണ് സ്വാംശീകരിച്ചിരിക്കുന്നത്? നിങ്ങളെ ഒരു കാലത്ത് പിന്തുണച്ചപ്പോൾ അവർക്ക് ഈ ആശയം ഉണ്ടായിരുന്നില്ലേ? എപ്പോൾ മുതലാണ് ഈ ആശയം വന്നത്? അവർ തുടങ്ങിയത് ഈ ആശയത്തിലല്ലേ? നിങ്ങളെ പിന്തുണച്ചവരല്ലേ? അതെങ്ങനെയാണ് നിങ്ങൾക്ക് മറച്ചു വയ്ക്കാനാവുക? ആശയങ്ങൾ എങ്ങനെയാണ് വളരെ വ്യത്യസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്നത്? പുരോഗമനപരമായ ആശയങ്ങളുണ്ട്, സമൂഹത്തെ പ്രതിലോമകരമായി ബാധിക്കുന്ന ആശയങ്ങളുണ്ട്. അവിടെയാണ് കണ്ടത് എല്ലാ ആശയങ്ങളും ഒരുപോലെ അപകടകരമെന്നല്ല. ഇപ്പോൾ RSSന്റെ ഒരു ആശയമാണ് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണം.
ആ RSSന്റെ ആശയം എന്നാൽ പിന്നെ നിങ്ങൾക്ക് ആശയത്തിന് സ്വാതന്ത്ര്യമുണ്ട് ശരി എന്ന് പറഞ്ഞ് അതിനെ പിന്തുണയ്ക്കുകയാണോ വേണ്ടത്? ഇത് തന്നെയല്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദവും? ആ ആശയത്തെ എന്നാ പിന്നെ അവരുടെ ഒരു ആശയമാണ് എന്ന് പറഞ്ഞ് പിന്തുണയ്ക്കുകയാണോ വേണ്ടത്? അത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന കേരളത്തിന്റെ VPP മുസ്തഫ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പിന്തുണയ്ക്കുകയാണോ കണ്ടത്, അതോ അവർ പിന്തുണയ്ക്കുകയാണോ ചെയ്തത്? രണ്ട് വ്യത്യാസമുണ്ടല്ലോ. നിങ്ങളെ പിന്തുണച്ചിരുന്നല്ലോ. നിങ്ങൾ RSS വിരുദ്ധമായ ഒരു പ്രസ്താവന ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് പ്രയോഗിച്ചു കണ്ടത്? ഏത് പ്രസംഗത്തിലുണ്ടായിരുന്നു? കേട്ടില്ലല്ലോ. അവിടെ വന്ന് വർഗീയ പ്രസംഗം നടത്തിയ വെള്ളാപ്പള്ളിക്കെതിരെ നിങ്ങളുടെ പ്രസംഗം ഉണ്ടായോ? ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായോ? എന്തിനാണ് ചിരിക്കുന്നത്? മറുപടിയുണ്ടോ? ഞാൻ പറയുന്നത് പിണറായി വിജയന്റെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണത്തിന്റെ പ്രസംഗം കേൾക്കാൻ സ്മൃതി പരുത്തിക്കാടിന് ക്ഷമയുണ്ടോ എന്നുള്ളതാണ്. അതെല്ലാം കേട്ടിട്ടും നിങ്ങൾ എവിടെയാണ് RSSനെ കുറിച്ച് പ്രസംഗിച്ചത് എന്നൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ വന്ന് ചോദിക്കുന്നത് അന്ധമായ അവിടെ വർഗീയ പ്രസംഗം നടത്തിയ വെള്ളാപ്പള്ളിക്കെതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ? നിലമ്പൂരിൽ വന്നല്ലേ പ്രസംഗിച്ചത്? വെള്ളാപ്പള്ളിക്കെതിരെ ഒരു വാചകം പറഞ്ഞോ? ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ആക്രമിക്കുന്നു എന്ന് പറയുന്നവർ എന്തുകൊണ്ട് മൗനം പാലിച്ചു? RSSനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ കേരളത്തിലും ഇന്ത്യയിലുമെല്ലാം വർഗീയവും ജാതീയവുമായ ആശയങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെയെല്ലാം അതിനിശിതമായിട്ടാണ് CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മുഖ്യമന്ത്രി മുതൽ എല്ലാ നേതാക്കളും പ്രസംഗിച്ചിട്ടുള്ളത്. ആ നിലപാടാണ് സ്ഥാനാർത്ഥി സ്വരാജ് ഉയർത്തിപ്പിടിച്ചത്. അതിന്റെ ഭാഗമായിട്ടല്ലേ നിങ്ങൾ നോക്കൂ, ഇന്നും ഇന്നലെയുമായിട്ട് വന്ന പ്രതികരണങ്ങൾ എന്താ? ശശികലയുടെ പ്രതികരണം എന്താ? നിങ്ങൾ ഈ ഫേസ്ബുക്കിലെ പോസ്റ്റ് എടുത്ത് അതാണ് വലിയ വിഷയം എന്ന രീതിയിൽ അവതരിപ്പിക്കാതിരിക്കുക. അങ്ങ് ചോദിച്ച കാര്യം ഞാൻ നേരത്തെ ചോദിച്ചല്ലോ. ഞാൻ മുഹമ്മദ് ഷായോട് അത് ചോദിച്ചു കഴിഞ്ഞതാണല്ലോ. അത് ഫേസ്ബുക്ക് പോസ്റ്റാണ്. എവിടെയും വന്ന പ്രസംഗങ്ങളല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണമായി വന്ന വിഷയമല്ലല്ലോ. തെരഞ്ഞെടുപ്പാനന്തരം നടത്തിയ ഒരു പരിഹാസമാണ്. ആ പരിഹാസങ്ങളൊക്കെ തിരിച്ചും അപ്പുറത്തും വേറെ രൂപത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നേ. ഇങ്ങനെ സംസാരിക്കാനേ അനുവദിക്കില്ല എന്ന് പറയുന്നത് എന്തൊരു അസഹിഷ്ണുതയാണ്. ഞാൻ അസഹിഷ്ണുതയില്ല, ഞാൻ ഇടയ്ക്ക് ചോദിച്ചതാണ്. അതിങ്ങനെ അങ്ങനെ പറയാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോളൂ, അങ്ങ് പറഞ്ഞോളൂ. നിങ്ങൾ എന്നോട് ഇത് അവർക്ക് മറുപടി പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ പറഞ്ഞതിന് ശേഷമുള്ള ഈ 4 മിനിറ്റിനകത്ത് നിങ്ങളുടെ ചോദ്യങ്ങൾ എങ്ങനെയാണ്? ഞാൻ നേരത്തെയും സ്മൃതിയോട് ഇതുപോലെ ചർച്ചയിൽ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഫ്ലോ തടസ്സപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. കാരണം എന്താ? നിങ്ങളും സുജയ പാർവതിയും എല്ലാം റിപ്പോർട്ടർ ചാനലിൽ സ്വീകരിക്കുന്ന സമീപനം എന്താ? കടുത്ത ഇടതുപക്ഷ വിരുദ്ധതയാണ്. അതുകൊണ്ടാണല്ലോ സുജയ പാർവതി നിങ്ങളുടെ സഹപ്രവർത്തക ഫേസ്ബുക്കിൽ ഇട്ടത് പൂമരം എന്ന് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട്. ഇതാണ് നിങ്ങളുടെ സ്വഭാവവും രീതിയും. നിങ്ങൾ നിഷ്പക്ഷ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറയൂ. ഫേസ്ബുക്ക് ഒക്കെ എല്ലാവരുടെയും സ്വകാര്യ ഇടമാണ്. അതേക്കുറിച്ച് പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് അതല്ല, അങ്ങ് ഇപ്പോൾ ഈ ചർച്ചയ്ക്കുള്ള ഉത്തരം പറയൂ. ഇപ്പൊ അങ്ങേക്ക് ഒരുപാട് ഉത്തരം പറയാനുണ്ടോ? 3 പേർക്ക് ഉത്തരം പറയാനുണ്ടല്ലോ. അതിലേക്ക് എത്തൂ ദയവ് ചെയ്ത്. നമ്മുടെ സമയം കുറവായതുകൊണ്ടാണ്. അതാ ഇപ്പൊ സമയം കുറവിലേക്ക് എത്തി. ഞാൻ പറയുന്നത് തടസ്സപ്പെടുത്തുകയും എന്നിട്ട് എന്തോ ഔദാര്യം പോലെ നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് അത് തടസ്സപ്പെടുത്തിയിട്ട് സമയം കുറവിനെ കുറിച്ചും പറയുന്നത് എന്ത്? ജനാധിപത്യത്തെ കുറിച്ചല്ല നിങ്ങൾ പറയുന്നത്, മര്യാദയെ കുറിച്ചല്ല നിങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് CPMന് ജനാധിപത്യമില്ല, CPMന് മര്യാദയില്ല എന്നിട്ട് താങ്കൾ എടുക്കുന്ന സമീപനം എന്താ? അപ്പൊ കൃത്യമായിട്ട് ഒരു 3-4 മിനിറ്റ് ഒരു സഹിഷ്ണുതയോട് കൂടിയിരിക്കും. ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകും. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ചോദ്യം ചോദിക്കാൻ ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ. ചേക്കുട്ടി പറയുമ്പോൾ, VG പത്മനാഭൻ പറയുമ്പോൾ, മുഹമ്മദ് ഷാ പറയുമ്പോൾ. പക്ഷെ ഒരു സംവാദത്തിന്റെ മര്യാദ എന്താ? നിങ്ങൾ ഒരാൾക്ക് ഒരു സമയത്തിന്റെ നമ്മൾ കേട്ടിരിക്കുക, അതിനുശേഷം ഇത് പഠിപ്പിക്കേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള സ്ഥിതി ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാജിന്റെ LDFന്റെ സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ അല്ലല്ലോ, ഇടതുപക്ഷത്തിന്റെ തോൽവിയിൽ ആഘോഷം കാണിക്കുന്നത് സംഘികളുണ്ട്. അതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മുസ്ലിം വർഗീയവാദികളുണ്ട്. അപ്പൊ 2 വർഗീയവാദികൾക്കും ഒരുപോലെ എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ പരാജയം ആഘോഷമായിട്ട് മാറിയത്? അതല്ലേ പരിശോധിക്കപ്പെടേണ്ടത്. നിങ്ങൾ പറയുന്നു സ്മൃതി ആവർത്തിച്ച് ശ്രമിച്ചത് എന്താ? ഇവിടെ CPMന്റെയും BJPയുടെയും പ്രസ്താവന ഒരുപോലെ. അതിനേക്കാൾ വലിയ പ്രസ്താവനയായിട്ട് വന്നത്
കേരളത്തിൽ ഇന്ന് ഈ വിജയത്തെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തിന്റെ പരാജയത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഘോഷം ഒരു ഭാഗത്ത് സംഘീയ ഗ്രൂപ്പുകളും മറുഭാഗത്ത് മുസ്ലിം വർഗീയവാദികളുടെ ഗ്രൂപ്പുകളും ഒരുപോലെ ആഘോഷിക്കുന്നു. അപ്പൊ അവിടെ ഒരു കാര്യം വ്യക്തമാണല്ലോ, നിങ്ങൾ ആരോപിക്കുന്നത് പോലെ ഇടതുപക്ഷമോ സഖാവ് സ്വരാജോ ഒരു വർഗീയ നയവും സ്വീകരിക്കുന്നില്ല. ആരെയും പ്ലീസ് ചെയ്യുന്ന, ഒരു വർഗീയവാദിയെയും പ്ലീസ് ചെയ്യിപ്പിക്കുന്ന നയത്തിലില്ല എന്നതിന്റെ വളരെ വ്യക്തമായ തെളിവാണ് സ്മൃതിയെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ട് വർഗീയവാദികളും ഒരുപോലെ സഖാവ് സ്വരാജിന്റെയും LDFന്റെയും തോൽവി ആഘോഷിക്കുന്നതിൽ നിന്ന്. ഇനി ഇവിടെ പറഞ്ഞ ഈ വോട്ടിന്റെ കണക്കും അതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോ അൻവറിന് കിട്ടിയ വോട്ട് എല്ലാം അപ്പുറത്ത് ചേർത്താൽ ഭരണവിരുദ്ധ വികാരമല്ലേ? ഇനി അൻവർ അദ്ദേഹം പറഞ്ഞ നിലപാടുകൾ തിരുത്തി ഇടതുപക്ഷത്തോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിലോ, ഇടതുപക്ഷത്തിന് കിട്ടിയ 66,000-ഉം അൻവറിന്റെ 20,000 കൂട്ടിയാൽ 86,000 ഇടതുപക്ഷത്തിനല്ലേ വരുന്നത്. അപ്പോഴെവിടെയാ ഭരണവിരുദ്ധ വികാരം? അതുകൊണ്ട് നിലമ്പൂരിന്റെ ആകാശത്തിൽ ഇന്നലെ ഉണ്ടായ ഒരു വിധി വെച്ചിട്ട് ഇതാ കേരളമാകെ ഇങ്ങനെയാണ്, 2026 അങ്ങനെയാകാൻ പോവുകയാണ് എന്ന് വിധി എഴുതുന്നത് കിണറ്റിലെ തവളയുടെ അവസ്ഥയായിരിക്കും. ശരി, കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ ശ്രീ VP മുസ്തഫ, നിങ്ങൾ എങ്ങനെ പരാജയപ്പെട്ടു എന്നതിൽ ഒരു വ്യക്തമായ മറുപടി നിങ്ങൾക്കുണ്ടായാൽ ഈ ചോദ്യങ്ങൾ ഉണ്ടാകില്ല. നിങ്ങൾക്കിവിടെ ഭരണവിരുദ്ധ വികാരമില്ല. നിങ്ങൾക്കിവിടെ നിങ്ങൾക്കിവിടെ ഗൗരവത്തിൽ കാണേണ്ടത് കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക് ആരാണ് തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യം നിങ്ങൾക്ക് നേരെ ഉയരുന്നുണ്ട്. ശ്രീ VP മുസ്തഫ, ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം നിങ്ങളുടെ പ്രചാരണ വിഷയം എന്തായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാകുന്നത്. സെക്യുലർ ഫാബ്രിക് തന്നെയാണ് പ്രശ്നം, അത് തന്നെയാണ് പ്രശ്നം. ശ്രീ VP മുസ്തഫ, ഒരു തർക്കവുമില്ല. ആ ഭരണ നേട്ടങ്ങൾ മാത്രമൊന്നുമല്ല പറഞ്ഞു. ആര് പറഞ്ഞു? അല്ലല്ല, അങ്ങിപ്പോൾ നേരത്തെ പരിഹസിച്ചല്ലോ. പിണറായി വിജയന്റെ പ്രസംഗത്തിൽ എത്ര തവണ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞെന്ന് അങ്ങ് പരിശോധിക്കൂ. എത്ര തവണ പാർട്ടി സെക്രട്ടറി പറഞ്ഞെന്ന് അങ്ങ് പരിശോധിക്കൂ. Debate with Smriti Parathikkad.